കഴിഞ്ഞ ദിവസം അമ്മയും ഞാനും കൂടെയുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അനിയനെയും കൂടെ ഒന്ന് കാണിക്കാമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം കാണിക്കായിരുന്നല്ല. അവന് ഒരു ആട് വളർത്തൊക്കെ ഉണ്ട്, ആട് ഫാമൊക്കെ ഉണ്ട് അനിയന്. അപ്പൊ ആ സമയത്ത് അവൻ ആടിനെയും കൊണ്ട് തോട്ടത്തിലേക്ക് പോയായിരുന്നു. അതുകൊണ്ടാ. അപ്പം അവനറിയാണ്ട് ഞാൻ എപ്പോഴൊക്കെയോ പിടിച്ച വീഡിയോ എൻ്റെ ഉണ്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. വീടിനടുത്ത് ഒരു വശം തോട്ടമുണ്ട്. അവൻ ആ തോട്ടത്തിലൂടെ ആടുകളെയും കൊണ്ടല്ല ഇറക്കി. അവൻ്റെ ഭാര്യ അവന് കുറെ സഹായമൊക്കെ ചെയ്ത് ആടുകളെ താവോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കി വിടാൻ കൂടുന്ന രംഗമാണ് കാണുന്നത്. അവനറിയാതെ ഞാൻ വീഡിയോ പിടിച്ചതാ. അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നതാ. ഇനി അമ്മയെ വിടുന്ന രംഗമാണ് കാണുന്നത്. കുഞ്ഞുമക്കളെ ഒക്കെ കുടിപ്പിച്ചിട്ടേ അമ്മയെ വിളിക്കുള്ളൂ കേട്ടോ. 9-10 മണിയായിട്ട് രാവിലെ അതിനേക്കാളും അവിടെ കരയുന്ന കുഞ്ഞുമക്കൾ അവിടെ വേറെ ഇല്ലേ, അവരുടെ കാര്യം നോക്കിയിട്ട് അമ്മയെ വിളിക്കുള്ളൂ. ഏതായാലും നീ വെളുപ്പിന് 6:15 ഇംഗ്ലീഷ് ഗുളിക വിളിച്ചേര്. അന്നേരം അമ്മ അതിന് മുമ്പേ അമ്മയുടെ കാര്യങ്ങളും പല്ലുതേപ്പും ഗുളിക കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയെ ഞാൻ വിളിച്ചോളാം സമാധാനം പോലെ കേട്ടോ. ഞാൻ പറഞ്ഞേ കേട്ടില്ലേ, അത് മതി. അത് ഞാൻ ഇപ്പോഴേ പറയുക. അഭ്യാസ പ്രകടനം കാണണ്ടെന്ന് വിചാരിച്ചു. എടാ, ഞാൻ അമ്മയ്ക്ക് പുതിയൊരു കുട മേടിച്ചു കൊടുത്തോ സജി. ആണോ? 2 കുടം എന്നാ ഇവിടെ ചെറിയ കുടയോ? മുമ്പിൽ ആ കറുത്ത ബാഗിനകത്തുണ്ട്. അതെയോ? വലിയ കുട ഇതുപോലത്തെ 2 മടക്ക് 225 രൂപ, 275, 250 രൂപ. ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം ജോമയ്ക്കും. അതല്ലേ? കുട ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഓ, ഞാൻ നോക്കിക്കോളാം. വൃക്ഷോപ്പറിന്റെ ഉള്ളിലല്ലേ? എല്ലാം നീളത്തിൽ വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോ സജി ചെരിഞ്ഞു പോകാതെ എടുത്തു കൊടുക്കും. അനിയൻ വരുന്നെന്നറിഞ്ഞ അമ്മ അവൻ വരുന്നത് നോക്കി നിൽക്കുന്ന രംഗാ കാണുന്നത്. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ടോ? പക്ഷെ അവൻ കൊടുക്കും അമ്മയ്ക്ക് ഉമ്മ. ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്ന വിവരം അമ്മയ്ക്കും അനിയനും അറിയത്തില്ല. അമ്മ വിചാരിച്ച് ഞാനെന്തോ ഫോട്ടോ എടുക്കുക. ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഒക്കുന്നില്ലെന്ന് അമ്മ പറയുക.